guys, welcome back to my channel. ഇന്ന് ഞാൻ ക്ലാസിക് ബ്ലാക്ക് സ്മോക്കി ഐ ലുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എൻ്റെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഐബ്രോസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബ്ലാക്ക് സ്മോക്കി ഐ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു കാജലാണ്, അല്ലെങ്കിൽ ഒരു ഐ പെൻസിലാണ്. ബ്ലാക്ക് കളറിലുള്ള കാജലാണ് നമുക്ക് വേണ്ടത്. ഇന്ന് എടുത്തിരിക്കുന്നത് ഞാൻ ലോറിയൽ പാരീസിൻ്റെ ബ്ലാക്ക് കാജലാണ്. ക്യാമറ ഒന്ന് അടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സോ കാജൽ വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്ന് വരഞ്ഞു കൊടുക്കണം നമ്മുടെ കൺപോളയിൽ. കൺപോള എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമ്മുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വര കാണും. ആ ഒരു വരയാണ് നമ്മുടെ ഔട്ട്ലൈൻ, ആദ്യത്തെ ഔട്ട്ലൈൻ അതാണ്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഈ ഒരു കാജൽ നന്നായിട്ട് നമ്മൾ സ്കെച്ച് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന മാതിരി ഒന്ന് വരഞ്ഞു കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് ചെയ്യുകയാണ്. കറക്റ്റ് ആവണം, നീറ്റ് ആവണം എന്നൊന്നുമില്ല, കാരണം ഇതെന്തായാലും നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്യണം. അപ്പം നമ്മൾ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. എല്ലാവിടെയും ആ ഒരു കണ്ണിൻ്റെ ഷേപ്പ് ഫോളോ ചെയ്താൽ മതി. ഓരോരുത്തരുടെ കണ്ണും ഓരോ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ നമ്മൾ കണ്ണെഴുതില്ലേ അതേമാതിരി കാജൽ കൊണ്ട് താഴെ ഒന്ന് എഴുതി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. വാട്ടർ ലൈനിൽ മാത്രം മതി, താഴേക്കൊന്നും കൺപീലിക്കൊന്നും എഴുതരുത്. അതേമാതിരി തന്നെ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നൊരു ഭാഗമാണ് മേലെയും അതേമാതിരി വാട്ടർ ലൈനിൽ ഒന്ന് എഴുതി കൊടുക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്മോക്കി ഐ ചെയ്ത് വരുമ്പോൾ അവിടെ മാത്രം ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിൽ കാണും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതേപോലെ ഒരു പരന്ന തിന്നായിട്ടുള്ള ഒരു ഐ ഷാഡോ ബ്രഷാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ എപ്പോഴും എളുപ്പം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് നമ്മൾ ഈ വരഞ്ഞു കൊടുത്ത കാജൽ നമ്മുടെ ആ ഒരു ഐ ഷേപ്പ് തന്നെ ഫോളോ ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ് എടുക്കും, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് അത് പരന്ന് സ്മഡ്ജായിട്ട് വരും. നമ്മുടെ ആ ഒരു ഐ ഷേപ്പ് ഓരോരുത്തരുടെയും കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കുറച്ച് മേലേക്കാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്, കാണുന്നുണ്ടല്ലോ. എൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഞാൻ കുറച്ച് മേലേക്കായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ മേലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ഐ ഷാഡോ വേണം. ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫിക്സ് പാലറ്റ് എടുക്കുകയാണ്. ഇതിൽ നല്ല സൂപ്പർ പാലറ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാലറ്റാണ്. എൻ്റെ ഗോ ടു പാലറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഈ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുക്കുകയാണ്. ഈ ബ്ലാക്ക് ഐ ഷാഡോ അതേ ബ്രഷിൽ തന്നെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് നമ്മൾ ഈ ഒരു കാജൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലേ അവിടെ എല്ലാം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഐ ഷാഡോ നല്ല ഡാർക്കൻ ആയിട്ട് വരും. നമ്മുടെ കണ്ണ് തന്നെ വീണ്ടും ഗൈഡായിട്ട് വയ്ക്കുക, ഓരോരുത്തരുടെ കണ്ണും. ഇനി ഞാൻ ഇതേപോലെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഐ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇനി ഞാനൊരു തിൻ ആയിട്ടുള്ളൊരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ താഴെ നമ്മൾ വാട്ടർ ലൈനിൽ കാജൽ കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യണം കേട്ടോ. ഒരുപാട് താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ വാട്ടർ ലൈനിൽ തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വേറൊരു തിൻ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ബ്ലാക്കിൻ്റെ അടുത്തുള്ള ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് അത് എടുക്കുകയാണ്. നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തില്ലേ, അപ്പം ഏറ്റവും ടോപ്പിൽ എൻ്റെ കണ്ണിൽ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ അത്ര കളർ അത്ര ഡാർക്കൻ അല്ല. അപ്പോൾ അതൊന്ന് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ആ ഭാഗം നല്ല ഡാർക്കാക്കി കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഗൈഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പുരികത്തിൻ്റെ തൊട്ട് താഴെ നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ല് ഫീൽ ചെയ്യും. ആ എല്ലാണ് എൻ്റെ ഗൈഡ്. ആ ഒരു ഐ ഷേപ്പിലാണ് ഞാനത്, ആ എല്ലാണ് പുരികത്തിൻ്റെ അറ്റം വരെയുള്ള ആ ഒരു ഷേപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട്
ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ നമ്മൾ നീട്ടി കണ്ണെഴുതുന്ന മാതിരി നീളത്തിൽ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ റൗണ്ടിൽ തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആ ഒരു എല്ല് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു ഷേപ്പാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ വീണ്ടും ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ താഴെ വാട്ടർ ലൈനിൽ, നമ്മൾ വാട്ടർ ലൈനിലാണ് ബ്ലാക്ക് കാജൽ അപ്ലൈ ചെയ്തത്, അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോവും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമ്മുടെ ഐബ്രോസും ഇന്നർ കോർണേഴ്സും ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പാണ്ട കണ്ണ് മാതിരിയാവും. അപ്പോൾ ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് പുരുകത്തിൻ്റെ ആ ഒരു കർവിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. ഒന്ന് പുരുകം ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഇന്നർ കോർണേഴ്സിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ കണ്ണ് നല്ല ചെറിയൊരു തുറന്നിരിക്കുന്ന മാതിരി തോന്നും കേട്ടോ. ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ തുറന്ന കണ്ണ് മാതിരി തോന്നും. അപ്പോൾ ഒരു കണ്ണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി മറ്റേ കണ്ണും ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ 2 കണ്ണും ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്. കണ്ടോ വ്യത്യാസമായ ഇന്നർ കോർണേഴ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തതിൻ്റെ വ്യത്യാസം കണ്ടോ. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മസ്കാര അപ്ലൈ ചെയ്യുക. ഇതിൽ ബ്ലാക്ക് സ്മോക്കി ഐ ആയതുകൊണ്ട് നമുക്ക് വേറെ ഫോൾസ് ഐലാഷസ് ഒന്നും വേണ്ട. ഞാൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യാറുമില്ല, വല്ലപ്പോഴേ ഞാൻ ഫോൾസ് ഐലാഷസ് ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ലാഷ് പാരഡൈസ് മസ്കാരയാണ്, വാട്ടർ പ്രൂഫ്, നല്ല സൂപ്പർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രഗ് സ്റ്റോർ മസ്കാര എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ലൊരു കോട്ട് ഞാൻ അപ്ലൈ ചെയ്യണം. ഒരു കോട്ടേ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. താഴെയും മേലെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സ്മോക്കി ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.